നമ്മൾ സൂപ്പർ കണ്ടക്ടിവിറ്റിയെക്കുറിച്ചും സൂപ്പർ കണ്ടക്ടേഴ്സിനെ കുറിച്ചുമൊക്കെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്താണ് സൂപ്പർ കണ്ടക്ടിവിറ്റി, ഏത് തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ് സൂപ്പർ കണ്ടക്ടിങ് ബിഹേവിയർ കാണിക്കുക, അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, മീസ്നർ എഫക്റ്റ് എന്താണ്, BCS തിയറിയുടെ വിവിധ വശങ്ങൾ, ടൈപ്പ് 1 ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ്, കൺവെൻഷണൽ സൂപ്പർ കണ്ടക്ടേഴ്സ്, ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ് മിക്കവാറും എണ്ണം അല്ലെങ്കിൽ ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സിൽ മെജോറിറ്റി ഇനോർഗാനിക് എലമെൻസോ അല്ലെങ്കിൽ ഇനോർഗാനിക് എലമെൻസിൻ്റെ കോമ്പിനേഷൻസ് ആയ കോമ്പൗണ്ട്സോ ആണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ട എക്സാമ്പിൾസിൽ ഓർഗാനിക് മോളിക്യൂൾസ് ഒന്നും കണ്ടില്ല. പക്ഷേ ചില ഓർഗാനിക് കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ മോഡിഫിക്കേഷൻസ് നമുക്ക് സൂപ്പർ കണ്ടക്റ്റിംഗ് ബിഹേവിയർ തരും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അത്തരം ചില കോമ്പൗണ്ടുകളെക്കുറിച്ചും അവരുടെ പ്രത്യേകതകളെക്കുറിച്ചുമാണ്. ഓർഗാനിക് സൂപ്പർ കണ്ടക്ടേഴ്സ്. An organic superconductor is an organic compound which exhibits superconductivity at a low temperatures. So ഇവരെ ലോ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന കാറ്റഗറിയിൽ പെടുന്ന ആളുകൾ തന്നെയാണ്. മിക്ക കോമ്പൗണ്ടുകളും വളരെ താഴ്ന്ന ടെമ്പറേച്ചറിലാണ് സൂപ്പർ കണ്ടക്റ്റിംഗ് ബിഹേവിയർ കാണിക്കുക. They are highly anisotropic in nature. നിങ്ങൾ സോളിഡ് സ്റ്റേറ്റ് പഠിച്ച സമയത്ത് ഐസോട്രോപ്പിക് അനൈസോട്രോപ്പിക് എന്താണെന്ന് കണ്ടു കാണും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സോ ഹൈലി അനൈസോട്രോപ്പിക് ആണ് അവർ. ആൻഡ് അതർ ഇൻട്രൈഗിങ് പ്രോപ്പർട്ടീസ് ഓഫ് ഓർഗാനിക് സൂപ്പർ കണ്ടക്ടേഴ്സ്. സോ പല പ്രോപ്പർട്ടീസ് അവർക്കുണ്ട്. ദേ മെയ്ഡ് ദം ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം അതർ സൂപ്പർ കണ്ടക്ടേഴ്സ്. മറ്റ് ഇനോർഗാനിക് മെറ്റീരിയൽസുമായിട്ട് പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഇവർ കാണിക്കാറുണ്ട്. ഓർഗാനിക് മോളിക്യൂൾസിൽ ഹൈബ്രിഡൈസേഷൻ പിക്ചറിലേക്ക് വരും. ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് നമുക്കറിയാം. ഓർബിറ്റൽ മിക്സിംഗ് നടന്ന് SP, SP2, SP3 അതുപോലുള്ള ഹൈബ്രിഡൈസേഷൻസ് നടക്കും. ഓർഗാനിക് മോളിക്യൂൾസിൽ അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണെന്ന് നമുക്കറിയാം. അത് കാരണം ദേ ഡു നോട്ട് ലീവ് ബിഹൈൻഡ് എനി അൺഫിൽഡ് സ്പോട്ട്സ് ഇൻ ദ കണ്ടക്ഷൻ ആൻഡ് വാലൻസ് ബാൻഡ്സ് ഓഫ് ഓർഗാനിക് മോളിക്യൂൾസ്. അപ്പോൾ എന്താണ് ഈ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും? നിങ്ങൾ ഡിഗ്രി ക്ലാസ്സിലോ അല്ലെങ്കിൽ +2 തൊട്ടേ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും. നമ്മൾ MO തിയറി പഠിക്കാത്തത് കൊണ്ട് ഇവിടെ നമ്മൾ അത്ര കാര്യമായിട്ടത് കണ്ടിട്ടില്ല. പക്ഷേ എന്നാലും നിങ്ങൾക്ക് അറിയാമായിരിക്കും കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡിൻ്റെയും നേച്ചർ അനുസരിച്ചാണ് മെറ്റീരിയൽസിനെ ബാൻഡ് തിയറി അനുസരിച്ച് കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് എന്നൊക്കെ തിരിക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും. നമുക്ക് വിശദമായിട്ടത് കാണാം. അപ്പോൾ ഈ ബാൻഡുകൾ ഉണ്ടായിരിക്കുന്നത് ഓർബിറ്റൽ ഓവർലാപ്പുകൾ വഴി ഉണ്ടാകുന്ന എനർജി ലെവലുകളുടെ പ്രത്യേക നേച്ചർ മൂലമാണ്. അത് നമുക്ക് വിശദമായി പഠിക്കാനുണ്ട്. അപ്പോൾ ഓർബിറ്റലുമായിട്ട് ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഓർബിറ്റലുകളുടെ എനർജി ലെവലുമായിട്ട് ബേസ് ചെയ്താണ് കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഉണ്ടാകുന്നത്. തൽക്കാലം അത്രമാത്രം ഓർത്തു വെക്കുക. ഇപ്പം ഇവിടെ ഈ ഓർഗാനിക് മോളിക്യൂൾസിൻ്റെ കേസിൽ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അൺഫിൽഡ് സ്പോട്ട്സ് അതിനകത്തില്ല. അൺഫിൽഡ് ലെവലുകൾ അവിടെ ഇല്ല. അപ്പം നമുക്ക് കണ്ടക്ഷൻ നടക്കണമെങ്കിൽ ഒരു ഫിൽഡ് ലെവലിൽ നിന്ന് എംടി ലെവലിലേക്ക് ഇലക്ട്രോണിന് പോകാനായിട്ട് പറ്റണം. അങ്ങനെ ഒരു സാഹചര്യം സാധാരണഗതിയിൽ ഈ ഓർഗാനിക് മോളിക്യൂൾസിൽ ഇല്ല. ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് ദേ നോർമലി ആക്ട് ആസ് ഇൻസുലേറ്റേഴ്സ് ആൻഡ് ഡു നോട്ട് എക്സിബിറ്റ് ദ പ്രോപ്പർട്ടി ഓഫ് മെറ്റൽസ്. സോ സൂപ്പർ കണ്ടക്ടിവിറ്റി പോയിട്ട് നോർമൽ കണ്ടക്ടിവിറ്റി പോലും ഇവർ തരത്തില്ല. ആര്? ഈ പറഞ്ഞ ഓർഗാനിക് മോളിക്യൂൾസ്. പിന്നെ എങ്ങനെയാണ് അവർ സൂപ്പർ കണ്ടക്റ്റിംഗ് ആയി മാറുന്നത്? സോ നമുക്ക് നോക്കാം. Certain organic substances might be able to display metallic characteristics. മെറ്റാലിക് കണ്ടക്ഷൻ പോലുള്ള കാര്യങ്ങൾ ഈവൻ സൂപ്പർ കണ്ടക്റ്റിംഗ് ആയിട്ട് ചില കണ്ടീഷൻസിൽ ചില ഓർഗാനിക് കോമ്പൗണ്ടുകൾ മാറാറുണ്ട്. കണ്ടക്ഷൻ ആൻഡ് വാലൻസ് ബാൻഡ് ഇൻ ഓർഗാനിക് മോളിക്യൂൾസ് ക്യാൻ ബി മെയ്ഡ് പാർഷ്യലി ഫിൽഡ് ഇഫ് planar organic molecules are combined with anions that are non-organic. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതാ, സാധാരണ ഓർഗാനിക് മോളിക്യൂൾസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവർ യാതൊരു പ്രോപ്പർട്ടീസും കാണിക്കില്ല. പക്ഷേ അവരുടെ കയ്യിൽ ആവശ്യത്തിന് ഇലക്ട്രോണുകളുണ്ട്, ഫിൽഡ് ആയിട്ടിരിക്കുവാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇനോർഗാനിക് അയോൺ കൂടി ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കും. മിക്കവാറും ആ ഇനോർഗാനിക് അയോൺ ഒരു പർട്ടിക്കുലർ നേച്ചറുള്ള സിസ്റ്റംസ് ആയിരിക്കും. നമുക്ക് എന്താണെന്ന് അടുത്ത സ്ലൈഡിൽ കാണാം. ഇൻ സച്ച് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് organic molecules behaves as electron donors. അപ്പോൾ ഓർഗാനിക് മോളിക്യൂൾസിൽ ഫിൽഡ് ലെവൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓർഗാനിക് മോളിക്യൂള് ഇലക്ട്രോൺ ഡോണർ ആയിട്ട് ആക്ട് ചെയ്യും. ആൻഡ് ദിസ് നോൺ ഓർഗാനിക് മോളിക്യൂൾസ്, മോസ്റ്റ് ഓഫ് ദം ആർ ഇനോർഗാനിക്, അവർ എന്ത് ചെയ്യും? ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അവർക്ക് ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഉണ്ടാവണം. അപ്പം ഓർഗാനിക് മോളിക്യൂള് ഇലക്ട്രോണിനെ കൊടുക്കുന്നു, ഇനോർഗാനിക് സിസ്റ്റം
ഇലക്ട്രോണിനെ വാങ്ങുന്നു. അപ്പോൾ ഇവർ രണ്ടും കൂടെ കൂടി ചേർന്ന ഒരു ക്ലസ്റ്റർ ആയിട്ട് അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ആയിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, ഓർക്കുന്നുണ്ടാവും. ഇറ്റ് ഈസ് എ ചാർജ് ട്രാൻസ്ഫർ കോംപ്ലക്സ്. അപ്പോൾ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടും ഇനോർഗാനിക് അല്ലെങ്കിൽ നോൺ ഓർഗാനിക് കോമ്പൗണ്ടും തമ്മിലൊരു കോംപ്ലക്സ് ആയിരുന്നു. അതിനകത്തെ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ കയ്യിൽ എക്സസ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ഫീൽഡ് ലെവലിൽ ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഇലക്ട്രോണുകൾ നോൺ ഓർഗാനിക് കോമ്പൗണ്ടിൽ അല്ലെങ്കിൽ പാർട്ടിലേക്ക് ഇവർ ട്രാൻസ്മിറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് കണ്ടക്ഷൻ ബിഹേവിയർ തരും. ഇനി ആ കണ്ടക്ഷൻ ബിഹേവിയർ തന്നെ വളരെ ലോ ടെമ്പറേച്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ കണ്ടക്റ്റിംഗ് ആയിട്ട് അനുഭവപ്പെടും. അതായത് റെസിസ്റ്റൻസ് ഓൾമോസ്റ്റ് 0 ആയിട്ട് മാറുന്ന അവസ്ഥയുണ്ടാവും. ഒരു 1 കെൽവിൻ 2 കെൽവിൻ ടു 10 to 15 കെൽവിൻ വരെ നടക്കുന്ന കാര്യമാണ്. സാധാരണഗതിയിൽ ഓർഗാനിക് മോളിക്യൂൾസ് കണ്ടക്റ്റിംഗ് അല്ല. ഒരു ഇനോർഗാനിക് സിസ്റ്റവുമായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഓർഗാനിക്കും ഇനോർഗാനിക് തമ്മിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കും. ഇനി അത് തന്നെ വളരെ ലോ ടെമ്പറേച്ചറിലാണെങ്കിൽ നമുക്ക് സൂപ്പർ കണ്ടക്റ്റിംഗ് ബിഹേവിയറും തരും. അതാണ് അതിൻ്റെ ബേസിക് ഐഡിയ. സോ അതിൻ്റെ ഡീറ്റെയിൽഡ് മെക്കാനിസം ഒന്നും ഇപ്പോഴും കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് അധികം വറി ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ഇനി എങ്ങനെയുള്ള കോമ്പൗണ്ട് 1-2 എക്സാമ്പിൾസ് നമുക്ക് കാണാം. അപ്പോൾ അതിലെ ആദ്യത്തെ ക്ലാസ് ഇതാണ്, ക്വാസി 1 ഡയമെൻഷണൽ ബെഗ്ഗാർഡ് ആൻഡ് ഫാബ്രെ സോൾട്ട്. ചില പേരുകളാണ്. ഇപ്പോൾ 1 ഡയമെൻഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡയമെൻഷനിൽ മാത്രം. ക്വാസി 1 ഡയമെൻഷണൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ഒരു ഡയമെൻഷൻ നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഇൻ എഫക്റ്റ് 1 ഡയമെൻഷണൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു മോളിക്കുലാർ സിസ്റ്റം. ഇപ്പോൾ 1 ഡയമെൻഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സൂപ്പർ കണ്ടക്റ്റിവിറ്റിയെ കുറിച്ച് നമ്മൾ പറയുന്നത് കൊണ്ട് 1 ഡയമെൻഷനിൽ സൂപ്പർ കണ്ടക്റ്റിംഗ് നേച്ചർ കാണിക്കും എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. They are materials which contain open Fermi surfaces and having 2 parallel planes. അതിൻ്റെ സ്ട്രക്ചറൽ ആസ്പെക്റ്റും ഇലക്ട്രോണിക് ആസ്പെക്റ്റുമായിട്ട് റിലേറ്റഡ് ആണ്. ഫെർമി സർഫസസ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ല, പക്ഷേ ഫെർമി ലെവൽ എന്താണെന്ന് നമ്മൾ കണ്ടായിരുന്നു. എവിടെയാണ്? ക്വാണ്ടം മെക്കാനിക്കൽ മോഡലോ ഫ്രീ ഇലക്ട്രോൺ തിയറിയിൽ. അതിൻ്റെ അടുത്ത ഒരു ലെവലാണ് ഫെർമി സർഫസസ്. അതായത് 3 ഡയമെൻഷനലായിട്ട് എനർജിയെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പൊട്ടൻഷ്യൽ എനർജി സർഫസസിൽ കണ്ടു. അങ്ങനെ നമ്മൾ എനർജി റെപ്രസെൻറ്റ് ചെയ്ത് പോയി സർഫസുകൾ ക്രിയേറ്റ് ചെയ്ത് വരുന്നു. അതിലേറ്റവും ടോപ്പ് മോസ്റ്റ് ഫീൽഡ് എനർജി സർഫസിനെയാണ് നമ്മൾ ഫെർമി സർഫസ് എന്ന് പറയുന്നത്. തൽക്കാലത്തേക്ക് നിങ്ങൾക്കത് മതി. അവർക്ക് ഓപ്പൺ ഫെർമി സർഫസസ് എന്ന് പറഞ്ഞാലോ, ഫെർമി സർഫസിൽ ഫിക്സഡ് ആയിട്ട് ഇലക്ട്രോണുകൾ അവിടെ മുഴുവനായിട്ട് അവിടെ അടക്കി വെച്ചിരിക്കുകയല്ല. ഇലക്ട്രോൺ ക്യാൻ കം ഔട്ട്. അതാണ് ഓപ്പൺ ഫെർമി സർഫസ് എന്ന് പറയുന്നത്. ആൻഡ് ദേ വിൽ ഹാവ് 2 പാരലൽ പ്ലെയിൻസ്. സോ മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ 2 പാരലൽ പ്ലെയിനുകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ സിമെട്രിക് പ്ലെയിനുകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചൊന്നും അധികം വറി ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇതൊക്കെ വളരെ കോംപ്ലക്സ് സ്ട്രക്ചേഴ്സാണ്. നമുക്ക് ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി. ഫെർമി സർഫസ് എന്താണെന്ന് മനസ്സിലായി കാണും. ഇല്ലേ, നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കുറച്ചും കൂടെ എമോ തിയറി എടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് പറഞ്ഞുതരാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്ര ഓർത്താൽ മതി. ഫെർമി ലെവൽ നമ്മൾ ഹയസ്റ്റ് ഓക്കുപ്പൈഡ് ലെവലാണ്. അതുപോലെ തന്നെ ഒരു 3 ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷനിൽ എനർജിയെ നമ്മൾ ഒരു എനർജി സർഫസ് ആയിട്ട് കാണിക്കാം. അതാണ് പൊട്ടൻഷ്യൽ എനർജി സർഫസ്. അതിലെ തന്നെ ഹയസ്റ്റ് ഓക്കുപ്പൈഡ് സർഫസിനെയാണ് നമ്മൾ ഈ പറഞ്ഞ ഫെർമി സർഫസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദ ഫസ്റ്റ് ഓർഗാനിക് സൂപ്പർ കണ്ടക്ടർ കൺസിസ്റ്റഡ് ഓഫ് പ്ലെയിനാർ ടെട്രാമീഥൈൽ ടെട്രാസെലിന ഫുൾവലിൻ, TMTSF എന്ന് നമ്മൾ വിളിക്കും. ടെട്രാമീഥൈൽ ടെട്രാസെലിന ഫുൾവലിൻ, ദാറ്റ് ഈസ് ദ കോമ്പൗണ്ട്. നമുക്ക് സ്ട്രക്ചർ ഒന്നും പഠിക്കണം, നിങ്ങൾ ആ പേര് മാത്രം ഓർത്താൽ മതി. TMTSF. They will act as donors, അതാണ് ഓർഗാനിക് പാർട്ട്. ആൻഡ് മോണോവാലന്റ് ആനയോൺ അക്സെപ്റ്റേഴ്സ് വിത്ത് ജനറൽ ഫോർമുല TMTSF twice X. സോ അതിൻ്റെ അതിന് ആനയോൺ കൂടിയുണ്ട്. ആനയോൺസ് ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാം. സോ ഇപ്പോൾ ഇതാണ് അതിൻ്റെ ജനറൽ ഫോർമുല. 2 TMTSF മോളിക്യൂളും ഒരു എക്സ് കൂടി. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇതാണ്, കോമ്പൗണ്ട് TMTSF PF6 with the organic molecule tetramethyl tetraselino fulvalene. It shows superconductivity at 0.9 Kelvin. വളരെ താഴ്ന്ന ടെമ്പറേച്ചറിലാണ്, ബട്ട് ദിസ് വിൽ ഷോ സൂപ്പർ കണ്ടക്ടിവിറ്റി. അപ്പോൾ അതിനകത്തൊരു ഓർഗാനിക് പാർട്ടുണ്ട്, ഒരു നോൺ ഓർഗാനിക് പാർട്ട് അല്ലെങ്കിൽ ഇനോർഗാനിക് പാർട്ടുണ്ട്. ഇനോർഗാനിക് പാർട്ട് PF6 ആണ്. TMTSFിൻ്റെ കയ്യിൽ ആവശ്യത്തിൽ ഇലക്ട്രോണുകളുണ്ട്. PF6ന് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് നേച്ചറാണ്. അപ്പോൾ ഇലക്ട്രോണിനെ PF6ന് കൊടുക്കും. ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് സൂപ്പർ കണ്ടക്റ്റിംഗ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആ എക്സാമ്പിൾ വളരെ ശ്രദ്ധിച്ച് ഓർത്ത് വെക്കണം. ടെട്രാമീഥൈൽ ടെട്രാസെലിന ഫുൾവലിൻ, TMTSF. സോ ഇതിനെ 1 ഡയമെൻഷണൽ സിസ്റ്റമായിട്ട് അല്ലെങ്കിൽ 1 ഡയമെൻഷണൽ ബെക്ക്ഗാർഡ് ഓർ ഫാബ്രെ സോൾട്ട് എന്നൊക്കെ വിളിക്കാറുണ്ട്.
ദെൻ ഇവിടെ തന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സാധാരണഗതിയിൽ ഇത്തരം മോളിക്യൂൾസ് മെറ്റൽ ലൈക്ക് ക്യാരക്ടറിസ്റ്റിക് തരത്തുള്ളൂ. ഇനി അത് തന്നെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. കാരണം pf6 ഇലക്ട്രോണിനെ വാങ്ങണം, അങ്ങനെ പറ്റിയ കണ്ടീഷൻസ് ആയിരിക്കണം. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും അതൊരു ഇൻസുലേറ്ററായി മാറാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ലെയേർഡ് സ്ട്രക്ചറാണ്. നമുക്ക് ആ സ്ട്രക്ചർ ഡീറ്റെയിലായി പഠിക്കാനില്ല, പക്ഷേ ഒരു സ്റ്റാക്ഡ് ലെയർ സ്ട്രക്ചേഴ്സ്, ഒന്നിന് മേളിൽ ഒന്നായി വരുന്ന ഒരു ലെയർഡ് സ്ട്രക്ചറാണ് ഇവിടെ ഉള്ളത്. ആ സ്ട്രക്ചർ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഈ പ്രോസസ്സ് നടക്കുകയുള്ളൂ. അപ്പോൾ ടെമ്പറേച്ചർ മാത്രം താത്തു വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ സ്ട്രക്ചർ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. സോ വി നീഡ് ടു കീപ് ദ മെറ്റീരിയൽ അണ്ടർ എ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഓഫ് 12 kbar. വളരെ വലിയ ഒരു പ്രഷറിൽ നമ്മുടെ മെറ്റീരിയൽ നിർത്തേണ്ടി വരും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിലൊന്നും ഇത്തരം മെറ്റീരിയൽസ് അധികം ഉപയോഗിക്കാറില്ല. കാരണം വളരെ പാടാണ്. ടെമ്പറേച്ചർ ഇത്രയും താക്കണം, ഓൾസോ ഇത്രയും വലിയ പ്രഷർ കൊടുക്കണം. Then there are a variety of compounds exhibiting these type of behaviors and they will have transition temperatures in and around 1 Kelvin. 1 Kelvin താഴെ അതിന് ജസ്റ്റ് മേളിലൊക്കെ ആയിരിക്കും. Another example is TMTSF twice ClO4. നമ്മൾ PF6 ആണ് നേരത്തെ കണ്ടത്. TMTSF twice ClO4, which also under normal pressure remains metallic down to lowest temperatures and it will become superconducting at 1 Kelvin. വളരെ നോർമൽ രീതിയിലായിരിക്കും ഇവർ ആക്ട് ചെയ്യുമ്പോൾ സാധാരണ മെറ്റലായിട്ട് ആക്ട് ചെയ്യും നോർമൽ പ്രഷറിൽ. പക്ഷേ 1 Kelvin ആയി കഴിയുമ്പോഴത്തേനും ദേ വിൽ ആക്ട് ആസ് സൂപ്പർ കണ്ടക്റ്റിംഗ്. ദെൻ അതിൻ്റെ ജനറൽ ഫോമുല ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, TMTSF twice X. ഇനി എക്സിന് പല പോസിബിലിറ്റീസ് ഉണ്ട്. PF6 ClO4 നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ AsF6 TaF6 ഈ രണ്ട് സ്പീഷീസ് ഉപയോഗിച്ചും നമുക്ക് ഇത്തരം കോമ്പൗണ്ടുകൾ ഉണ്ടാക്കാം. ഇതിൽ കൂടുതൽ എണ്ണം ഇപ്പോൾ ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. പുതിയ പുതിയ കോമ്പൗണ്ടുകൾ ഓരോ തവണയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കോമ്പൗണ്ട്സ് അവൈലബിൾ ആണ്. പക്ഷേ ബേസിക് മെറ്റീരിയൽ TMTSF ആണെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂടെ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അനയോണിക് സ്പീഷീസ് കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളതേ ഉള്ളൂ. ഇൻ ദ TMTSF കോമ്പൗണ്ട്സ് ദ ഓർഗാനിക് മോളിക്യൂൾസ് ആർ സ്റ്റാക്ഡ് അപ്പോൺ ഈച്ച് അതർ. സോ മോളിക്യൂൾ ഒന്നിന് മുകളിൽ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്ന പോലെ ഒരു സ്റ്റാക്ഡ് ലെയർഡ് സ്ട്രക്ചർ ആയിരിക്കും നമ്മുടെ TMTS മോളിക്യൂളിലുണ്ടായിരിക്കുക. ഇൻ ദ നോർമൽ സ്റ്റേറ്റ് ദീസ് കോമ്പൗണ്ട്സ് ഹാവ് എ റിലേറ്റീവ്ലി ലാർജ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അലോങ് ദ സ്റ്റാക്സ് ബട്ട് ഓൺലി എ സ്മോൾ കണ്ടക്ടിവിറ്റി പെർപെൻഡിക്കുലർ ടു ദ stacks. That is why they are known as one-dimensional conductors. So അതിൻ്റെ ഒരു ലെയർ, നമ്മളൊരു ലെയർ എടുത്ത് വെച്ചിരിക്കുന്നു, അതിൻ്റെ മേളിൽ അടുത്ത ലെയർ വെച്ചിരിക്കുന്നു, അതിൻ്റെ മേളിൽ അടുത്ത ലെയർ വെച്ചിരിക്കുന്നു, അങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ പോയിരിക്കുന്നത്. ആ ഒരു ലെയറിനുള്ളിൽ അതെങ്കിൽ ഒറ്റ ഡയമെൻഷണൽ കണ്ടക്ടിങ് ബിഹേവിയറും സൂപ്പർ കണ്ടക്ടിങ് നേച്ചറും ഒക്കെ കാണിക്കും. പക്ഷേ പെർപെൻഡിക്കുലറായിട്ട് സൂപ്പർ കണ്ടക്ടിങ് നേച്ചർ ഇവിടെ അധികം ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ വൺ ഡയമെൻഷണൽ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. Then they are type 2 superconductors with highly anisotropic properties. So type 2 superconductors ആണ്. നമ്മൾ എവിടെയാണ് ടൈപ്പ് 1 ടൈപ്പ് 2 പഠിച്ചത്? നേരത്തെ പഠിച്ചിരുന്നു. ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം മീസണൽ എഫക്റ്റിൻ്റെ നേച്ചർ വെച്ചിട്ട് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അതിൽ ടൈപ്പ് 2 ടൈപ്പ് ബിഹേവിയർ ആയിരിക്കും ഇവർ തരിക. ഇതൊരു റെപ്രസെൻറ്റേറ്റീവ് ഇമേജ് ആണ്. സ്റ്റാക്ഡ് സ്ട്രക്ചേഴ്സിനെ ഓർബിറ്റിലാണ് കാണിച്ചിരിക്കുന്നത്. മോളിക്കുലാർ ഓർബിറ്റൽസ് അവിടെ കാണിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് കാണാം ലെയർ സ്ട്രക്ചറുകളായിട്ട് 1 2 3 4 1 2 3 എന്ന് കാണിച്ചിരിക്കുന്നു. ദെൻ ഈ ലെയറുകളിൽ ഒറ്റ ലെയറിനുള്ളിൽ കൂടി കണ്ടക്റ്റിംഗ് ബിഹേവിയർ ഉണ്ട്. അതിൻ്റെ മെളുത്തേലേക്ക് പെർപെൻഡിക്കുലറായിട്ട് കണ്ടക്റ്റിംഗ് ബിഹേവിയർ ഇല്ല. ഇങ്ങനെയുള്ളൂ കണ്ടക്റ്റിംഗ് നേച്ചർ. ഇങ്ങനെയുള്ള പെർപെൻഡിക്കുലർ ബിഹേവിയർ കണ്ടക്റ്റിംഗ് നേച്ചറിൽ കാണിക്കില്ല. സോ ദാറ്റ് ഈസ് ദ വൺ ഡയമെൻഷണൽ മെറ്റീരിയൽസ്. ഇനി നമുക്ക് 2 ഡയമെൻഷണൽ സിസ്റ്റംസ് നോക്കാം. ദേ ആർ ലിറ്റിൽ ബിറ്റ് ഡിഫറെൻറ്റ്. അതിൻ്റെ ആദ്യത്തെ ആസ്പെക്റ്റ് ഇതാണ്. ഫെർമി സർഫസ് ഈസ് സിലിണ്ട്രിക്കൽ ആൻഡ് ദെയർ കണ്ടക്ടിവിറ്റി ഈസ് ഐസോട്രോപ്പിക് ഇൻ നേച്ചർ. മിക്ക ഓർഗാനിക് സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെയും കണ്ടക്ടിവിറ്റി അനൈസോട്രോപ്പിക് ആണ്. പക്ഷേ ഇവിടെ ഐസോട്രോപ്പിക് ആണ് ഈ പറഞ്ഞ ചില മെറ്റീരിയൽസിൻ്റെ കേസിൽ, ക്വാസി 2 ഡയമെൻഷണൽ സിസ്റ്റത്തിൻ്റെ കേസിൽ. ദേ വിൽ ബി ഐസോട്രോപ്പിക് ഇൻ ദ പ്ലെയിൻ ഓഫ് ഡോണർ മോളിക്യൂൾ. മൊത്തം സിസ്റ്റത്തിലല്ല, ഡോണർ മോളിക്യൂൾ, അതായത് ഓർഗാനിക് മോളിക്യൂളിൻ്റെ പ്ലെയിൻ, അതിലൊരു പ്ലെയിൻ പോസിബിൾ ആണെങ്കിൽ ആ പ്ലെയിനിന് അനൈസോട്രോപ്പിക് ആയിരിക്കും. അനദർ ഇമ്പോർട്ടൻറ്റ് ക്ലാസ് ഓഫ് ഓർഗാനിക് സൂപ്പർ കണ്ടക്ടേഴ്സ്, അത് 2 ഡയമെൻഷണൽ കാറ്റഗറിയിൽ തന്നെ പെടുന്നതാണ്. ഓഫൺ എക്സിബിറ്റ് TC വെൽ അബവ് 1 Kelvin. സോ 1 Kelvinേക്കാൾ അല്പം കൂടി മേളിയത് എന്ന് വെച്ചാൽ റൂം ടെമ്പറേച്ചറിലേക്കൊന്നും വരില്ല. സ്റ്റിൽ ഇറ്റ് ഈസ് ലോ ടെമ്പറേച്ചേഴ്സ് ബേസ്ഡ് ഓൺ ബിസ് എത്തിലീൻ
dithia tetrathia fulvalene molecule. Bis ethylene dithia tetrathia fulvalene molecule. It is abbreviated as BEDT TTF. Bis ethylene dithia tetrathia fulvalene. For example, this is an example, BEDT TTF twice Cu NCN twice Br. It will become superconducting at 11.2 Kelvin. 1 Kelvinekal alpam koodi melilekku poi 10 Kelvinilekku vannu alle 11 Kelvinilekku vannu 11.2 Kelvin aanu. This is an example for two dimensional system. Another example is BEDT TTF twice Cu NCS twice and a C value 10.4 Kelvin aanu. These compounds, BEDT compounds അല്ലെങ്കിൽ ET compounds എന്ന് വിളിക്കാറുണ്ട്. എത്തിലീൻ സിസ്റ്റം ആയതുകൊണ്ട് BEDT compounds are highly anisotropic. പക്ഷെ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു ഐസോട്രോപ്പിക് എന്ന് പറഞ്ഞത് എവിടെയാണ്? ഓർഗാനിക് മോളിക്യൂളിൻ്റെ ആ പ്ലെയിനിൽ മാത്രമാണ്. പക്ഷേ മൊത്തം ഈ സിസ്റ്റം എടുത്ത് നോക്കി BEDT TTF Cu NCS twice മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ they will be anisotropic in nature. In contrast to TMTSF compounds, നമ്മൾ നേരത്തെ കണ്ടായിരുന്നു വൺ ഡയമെൻഷണൽ കേസിൽ in the normal state they form two dimensional layered structures with a large electrical conductivity in two dimensions. രണ്ട് ഡയമെൻഷനിൽ കണ്ടക്ടിവിറ്റി പോസിബിൾ ആണ്. നമ്മൾ നേരത്തെ ഒറ്റ ഡയമെൻഷനിലേ കണ്ടുള്ളൂ, ഇവിടെ രണ്ട് ഡയമെൻഷനിൽ കണ്ടക്ടിവിറ്റി പോസിബിൾ ആണ്. Then they will be also type 2 superconductors. Type 1 type 2 നമ്മൾ പഠിച്ചിരുന്നു. അപ്പം വൺ ഡയമെൻഷനിലും അതെ ടു ഡയമെൻഷനിലും അതെ ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ് ആണ്. അതായത് ഷാർപ്പായിട്ട് സൂപ്പർ കണ്ടക്ടിങ് നേച്ചറിൽ നിന്നൊരു ചേഞ്ച് നമുക്ക് ഉണ്ടാവാൻ പറ്റില്ല. സോ ദേ വിൽ ഷോ എ ട്രാൻസിഷൻ റീജിയൻ. നമ്മൾ പണ്ട് പഠിച്ച് ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വോർട്ടെക്സ് റീജിയൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റും നോൺ സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റും ഈക്വിലിബ്രിയത്തിലായിരിക്കുന്ന ഒരു റീജിയൻ കൂടി ഉണ്ട് എന്ന് നമ്മൾ കണ്ടായിരുന്നു. They will have very short out of plane coherence length. Coherence length എന്താണെന്ന് BCS തിയറി പഠിച്ച സമയത്ത് നമ്മൾ കണ്ടതാണ്. ജസ്റ്റ് റെഫർ ചെയ്യുക. They will have short coherence length. These compounds represent superconducting layered structures, making them in many respects similar to high temperature superconductors. നമ്മൾ പഠിച്ചിട്ടില്ല ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സ്. കുപ്പറേറ്റ് സിസ്റ്റംസ് ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ അവരും ഒരുതരം ലേഡ് സ്ട്രക്ചേഴ്സ്, ഒരുതരം പെറോസ്കേറ്റ് സ്ട്രക്ചേഴ്സ് ആണ് കാണിക്കുന്നത്. പെറോസ്കേറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പെറോസ്കേറ്റിൻ്റെ ടൈപ്പ് ഒരു ലേഡ് സ്ട്രക്ചറാണ് അവർ കാണിക്കുന്നത്. നമ്മുടെ മോളിക്യൂൾസും അതുപോലെയുള്ള സ്ട്രക്ചേഴ്സാണ് കാണിക്കുന്നത്. ലൈക്ക് ഫോർ HTS എന്നുള്ളൊരു ഷോർട്ട് ഫോമാണ്. ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. The pairing mechanism of the organic superconductors is at present still unclear. Pairing mechanism എന്ന് പറഞ്ഞാൽ കൂപ്പർ പെയറുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? നേരത്തെ നമ്മൾ കണ്ട പോലെ എന്തെങ്കിലും ലാറ്റിസ് വൈബ്രേഷൻസ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇവിടെ ഒരു കൺഫ്യൂഷൻസ് ഉണ്ട്. ഒരു ക്ലിയർ കട്ടായിട്ട് എക്സ്പ്ലനേഷൻ ഇല്ല. 2-3 പോസിബിലിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്, പക്ഷേ ഒരു ക്ലിയർ കട്ട് എക്സ്പ്ലനേഷൻ ഇല്ല. സോ ദർ വിൽ ബി സം അൺക്ലിയർ ആസ്പെക്ട്സ് ആസ് വെൽ. ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ കേസിലും ഇങ്ങനെ തന്നെയാണ്, നമുക്ക് കാണാം. At least some compounds appear to be D-wave superconductors. അത് നമുക്ക് കാണാനുള്ളതാണ്. എന്താണ് ഈ D-wave superconductors എന്താണെന്ന് നിങ്ങളുടെ സിലബസിൽ എടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ജസ്റ്റ് ഞാനത് മെൻഷൻ ചെയ്ത് പോയിക്കോളാം. At least some of the compounds will show D-wave superconducting nature. This compound, അതായത് TMTSF twice PF6 നമ്മൾ നേരത്തെ കണ്ടതാണ്. There is a possibility of spin triplet superconductor. അതെന്താണെന്ന് നമുക്ക് ഹൈ ടെമ്പറേച്ചർ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞോളാം, എക്സ്പ്ലെയിൻ ചെയ്തോളാം. ഇപ്പോൾ 2 പോസിബിലിറ്റീസ് അവിടെയുണ്ട്. സ്പിൻ ട്രിപ്ലെറ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ്. ഇപ്പം നിങ്ങൾ ആ ടേംസ് മാത്രം ഓർത്താൽ മതി. D-wave സൂപ്പർ കണ്ടക്ടേഴ്സും സ്പിൻ ട്രിപ്ലെറ്റ് സൂപ്പർ കണ്ടക്ടേഴ്സും. അപ്പോൾ അത്രയും നമ്മൾക്ക് കോമൺ ആയിട്ട് ഓർഗാനിക് സൂപ്പർ കണ്ടക്ടേഴ്സിനെ കുറിച്ച് പഠിക്കാനുള്ളൂ. സാധാരണ എടുത്ത് ചോദ്യങ്ങളൊന്നും ചോദിക്കാനുള്ള സാധ്യതകളില്ല. ജനറലി ഓർഗാനിക് സൂപ്പർ കണ്ടക്ടേഴ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനേ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മൾ 1 ഡയമെൻഷനിലും 2 ഡയമെൻഷനിലും പഠിക്കുക. ഈ പറഞ്ഞ ടിപ്പിക്കൽ എക്സാമ്പിൾസ് വളരെ മിനിമം പോയിൻറ്റ്സേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നമുക്ക് എക്സാമിന് എഴുതാൻ മാത്രമുള്ള. ഇപ്പം അതിന് 2 എക്സാമ്പിൾസ് പഠിച്ചു വെക്കാം. ഇനി നമുക്ക് കാണേണ്ടത് ഫുള്ളറൈറ്റ്സ് അല്ലെങ്കിൽ ഫുള്ളറൈൻ ബേസ്ഡ് സൂപ്പർ കണ്ടക്ടേഴ്സിനെ കുറിച്ചാണ്. മെനി ഓഫ് ദ ആൽക്കലി മെറ്റൽ ഫുള്ളറൈറ്റ്സ് എന്ന് വെച്ചാൽ ഫുള്ളറൈൻസ് എന്താണെന്ന് നമുക്കറിയാം. ബക്കി ബോൾസ്
ചെറിയ ക്ലാസ് ഡിഗ്രി ക്ലാസ് തൊട്ട് നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമാണ് ബക്കിബോൾസ് എന്താണെന്നുള്ളത്. കാർബൺ ബേസ്ഡ് സിസ്റ്റംസ് ആണ്. സൈക്ലിക് സ്പെറിക്കലായിട്ട് കാണുന്ന റിംഗ് സ്ട്രക്ചേഴ്സ് ഉള്ള കോമ്പൗണ്ടുകളാണ്. അതിൻ്റെ അരോമാറ്റിസിറ്റി ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ അകത്തെ റിംഗ് കറണ്ടുകളെ കുറിച്ചും ഇലക്ട്രോൺ നേച്ചറിനെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആൽക്കലി മെറ്റൽ ആഡ് ചെയ്ത് വരുന്ന ഫുള്ളറൈറ്റ്സ്, they are superconducting in nature. They will be 3D superconductors in contrast to cuprates. നമ്മൾ കണ്ടില്ല cuprates എന്താണെന്ന്. ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സ് ആണ്. ഓൾസോ നമ്മൾ ഓർഗാനിക്കലി കണ്ടിരുന്നു 2 dimensional സൂപ്പർ കണ്ടക്ടേഴ്സ്. അതൊന്നുമല്ല, ഇവിടെ 3 ഡയമെൻഷനിലും സൂപ്പർ കണ്ടക്ടിവിറ്റി തരും. കംപ്ലീറ്റ് സൂപ്പർ കണ്ടക്ടർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം ഈ ഫുള്ളറൈറ്റ്സിനെ. ഓൺ റിയാക്ഷൻ ഓഫ് C60 ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫുള്ളറി. C60 വിത്ത് ആൽക്കലി മെറ്റൽസ്, ഇലക്ട്രോൺസ് എൻ്റർ ദ കണ്ടക്ഷൻ ബാൻഡ് ഓഫ് C60 ആൻഡ് കൺവേർട്ട് ഇറ്റ് ഫ്രം ആൻ ഇൻസുലേറ്റർ ടു എ മെറ്റൽ. C60യിലേക്ക് ആൽക്കലി മെറ്റലിൻ്റെ പ്രത്യേകത എന്താ? അവരുടെ കയ്യിൽ ഇലക്ട്രോണുകളുണ്ട്. ആ ഇലക്ട്രോണിനെ അവർ കൊടുത്ത ശേഷം ദേ വിൽ ബിക്കം മെറ്റാലിക് ഇൻ നേച്ചർ. ആര്? ഈ C60 സിസ്റ്റം. ഇവിടെ ബക്കിബോൾസ് അല്ലെങ്കിൽ ഫുള്ളറൈൻസിൻ്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. C24, C28, C32, C36, C50, C60, C70 നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് വെച്ചിട്ടാണ് നെയിം ചെയ്തിരിക്കുന്നത്. നമ്മൾ C60യുടെ കേസാണ് ഇപ്പോൾ എടുത്ത് കാണുന്നത്. അതുപോലെ മറ്റ് കേസിലും പോസിബിലിറ്റീസ് ഉണ്ട്. ദെൻ ദ കണ്ടക്ടിവിറ്റി ഈസ് ഒപ്റ്റിമൈസ്ഡ് അറ്റ് ദ കോമ്പോസിഷൻ A3C60. നമ്മൾ ഒരു ആറ്റം ആഡ് ചെയ്ത് കൊടുത്തു, 2 ആറ്റമായി, 3ആയി, 4ആയി, 5ആയി, 6ആയി, അങ്ങനെ ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. അതിൽ ഏറ്റവും നല്ല ഒപ്റ്റിമം കണ്ടക്ടിവിറ്റി, നമുക്ക് മാക്സിമം കണ്ടക്ടിവിറ്റി സൂപ്പർ കണ്ടക്ടിങ് നേച്ചർ കാണിച്ചിരിക്കുന്നത് A3C60 എന്നുള്ള കോമ്പിനേഷനിലാണ്. എ എന്നുള്ളത് ആൽക്കലി മെറ്റലാണ്. ദ കണ്ടക്ഷൻ ബാൻഡ് ഈസ് ഹാഫ് ഫിൽഡ് ഇൻ ദാറ്റ് കേസ്. അപ്പോൾ ആനയോൺ ആയിട്ടാണ് നമ്മുടെ ഫുള്ളറിൽ നിൽക്കുക C63-. അപ്പം 3 കാറ്റയോണിക് സ്പീഷീസ് വേണം ആൽക്കലി മെറ്റലിൻ്റെ. എ എന്നുള്ളത് ആൽക്കലി മെറ്റലാണ്, 3 ഉള്ള സിസ്റ്റം. ദെൻ ദിസ് വിൽ ഡിക്രീസസ് ടു എ മിനിമം അറ്റ് 666- വേർ ദ കണ്ടക്ഷൻ ബാൻഡ് ഈസ് ഫുൾ. അപ്പം C63- എന്നുള്ളതാണ് ഏറ്റവും നല്ല പോസിബിലിറ്റി. അപ്പോൾ അതിന് മുമ്പും അതിന് ശേഷവും നമുക്ക് അത്ര നല്ല റിസൾട്ടുകളല്ല തരുന്നത്. സോ A3C60 എന്നുള്ള കോമ്പിനേഷനിലാണ് നമുക്ക് ഏറ്റവും നല്ല സൂപ്പർ കണ്ടക്ടിങ് ബിഹേവിയർ കാണിക്കുക. സോ മെനി A3C60 compounds are superconducting in nature. ഇവിടെ ഒരെണ്ണം എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. CS3C60 CCM ആണ്. CS3C60. അതിന് മുമ്പ് നമ്മളിവിടെ കണ്ടു K3C60. ലിത്തിയം Li3C60 ഒക്കെ പോസിബിൾ ആണ്. അപ്പം ആൽക്കലി മെറ്റൽ CS3C60. ഇപ്പോൾ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഇമേജ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ബക്കിബോൾസിൻ്റെ കൂടെ ഈ പറഞ്ഞ CCM അറ്റാച്ച് ചെയ്ത് വന്നിരിക്കും. നിങ്ങൾ ആ സ്ട്രക്ചർ ഒന്നും വരച്ച് പഠിക്കുകയോ കാണുകയോ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. ഇവരൊരു ലെയർഡ് സ്ട്രക്ചറിൻ്റെ അകത്തേക്ക് കയറി നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. റെപ്രസെൻറ്റേറ്റീവ് ഇമേജാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്താണ് കണക്കുന്നത് എന്ന് മാത്രം ഓർത്തു വെക്കുക. ഇലക്ട്രോൺ C60യുടെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോണുകളെ നമ്മുടെ ഇനോർഗാനിക് സ്പീഷീസ് കൊടുക്കും. അപ്പം നേരത്തെ കണ്ടതിൽ നിന്ന് അല്പം വ്യത്യാസമാണ്. നമ്മൾ ഓർഗാനിക് സൂപ്പർ കണ്ടക്ടേഴ്സിൽ തിരിച്ചാണ് അനയോൺസിന് നമ്മുടെ ഇവർ കൊടുക്കുകയായിരുന്നു ചെയ്യുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ്. ദെൻ നമ്മൾ കണ്ടു C63- ആണ് ഏറ്റവും നല്ല കേസ്. ഫോർ സം ഓഫ് ദ മെറ്റീരിയൽസ് ദ പ്രഷർ ഡിപ്പെൻഡൻസ് ഓഫ് TC ഹാസ് ബീൻ ഡിറ്റർമൈൻഡ് ആൻഡ് എ ഗുഡ് കോറിലേഷൻ ഈസ് ഫൗണ്ട് ബിറ്റ്വീൻ TC ആൻഡ് എ ക്യൂബിക് യൂണിറ്റ് സെൽ പാരാമീറ്റർ A. അപ്പോൾ ഇതിനകത്ത് യൂണിസെൽ പാരാമീറ്റേഴ്സ് ABC ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മളതിനെക്കുറിച്ച് വിശദമായി പോകുന്നില്ല. ABC നിങ്ങൾ ക്രിസ്റ്റൽ സ്ട്രക്ചർ പഠിച്ച സമയത്ത് കണ്ടിട്ടുള്ളാവും യൂണിസെൽ പാരാമീറ്റേഴ്സ് ABC. അപ്പോൾ അതിൻ്റെ പ്രഷർ ഡിപ്പെൻഡൻസ് സ്റ്റഡീസ് നടത്തി കഴിഞ്ഞ സമയത്ത് ഒരു കാര്യം മനസ്സിലായി. TC എന്ന് പറഞ്ഞാൽ സൂപ്പർ കണ്ടക്ടിങ് ടെമ്പറേച്ചറാണ്. ഏത് ടെമ്പറേച്ചറിൻ്റെ താഴെയാണ് നമ്മുടെ മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടിങ് ആക്ട് ചെയ്യുക. അതും ക്യൂബിക് യൂണിറ്റ് സെൽ പാരാമീറ്റർ Aയുമായിട്ടൊരു കോറിലേഷൻ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചു. ഏത്? ഈ പറഞ്ഞ ഫുള്ളറൈറ്റ്സിൻ്റെ കാര്യത്തിൽ. ആൻഡ് ദിസ് ഗീവ്സ് us important information into the conditions under which superconductivity occurs. So അത് തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. Then first it shows that the alkali metal cations M+ are merely packing ions and have little influence on the electrical properties once they have donated their electron to the C60 network.
സോ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, C60-ക്കകത്തേക്ക് നമ്മുടെ ഇലക്ട്രോണുകൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഇലക്ട്രോണുകൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇലക്ട്രോൺ കൊടുത്തു, C60 സൂപ്പർ കണ്ടക്റ്റിംഗ് ആയി. പിന്നെ നമ്മുടെ മെറ്റാലിക് അയോൺസിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ദേ വിൽ റിമെയിൻ ആസ് പാക്കിംഗ് അയോൺസ്. അപ്പോൾ ഒരു പൊസിഷനിൽ അവർ കയറി ഇരിക്കുന്നേ ഉള്ളൂ. പിന്നെ വലിയ പരിപാടിയൊന്നും അവർ കാണിക്കുന്നില്ല. അതാണ് ആദ്യത്തെ ആസ്പെക്റ്റ്. ദെൻ another aspect is that when the C63- ions are pushed apart, അയോൺസ് മാറ്റി എന്ന് വെച്ചിരിക്കുന്നു. എന്തെങ്കിലും മെറ്റീരിയൽ കൊണ്ടോ ഏതെങ്കിലും രീതിയിൽ ഇവർ മാറിക്കഴിഞ്ഞാൽ this leads to a reduction in orbital overlap. സോ ഈ കാർബണിലെല്ലാം ഓർബിറ്റൽസ് ഉണ്ട്. അവർ തൊട്ടടുത്തുള്ള C60 ആയിട്ട് ഓവർലാപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത്തരം പോസിബിലിറ്റീസ് ഒക്കെ കുറഞ്ഞു വരും. ആൻഡ് ഹെൻസ് there will be a reduction in metallicity or conduction band width. കണ്ടക്ഷൻ ബാൻഡ് വിഡ്ത്ത് കുറയാനാണ് സാധ്യത അങ്ങനെയുള്ളൊരു കേസിൽ. പക്ഷേ ഇവർ അല്പം വ്യത്യസ്തമായ ഒരു പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത്. അതെന്താണ് നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം. ഇനി ഇത്തരം മെറ്റീരിയൽസിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി ഈസ് ഫൗണ്ട് നോട്ട് ഇൻ വെരി ഗുഡ് മെറ്റൽസ് ബട്ട് ഇൻ വെരി ബാഡ് വൺസ് ദാറ്റ് ആർ ഓൺ ദ എഡ്ജ് ഓഫ് മെറ്റൽ ഇൻസുലേറ്റഡ് ട്രാൻസിഷൻസ്. നല്ല മെറ്റൽ സ്പീഷീസിൽ പലപ്പോഴും സൂപ്പർ കണ്ടക്റ്റിംഗ് ഈ ബിഹേവിയർ ഒന്നും കാണിക്കില്ല. അപ്പോൾ ഇത്തരം കേസുകളിലൊന്നും അല്ലെങ്കിൽ ഫുള്ളറൈറ്റ്സുമായിട്ട് ചേർന്നില്ല, അത്ര കണ്ടക്റ്റിംഗ് അല്ലാത്ത മെറ്റീരിയൽ ആയിരിക്കും പലപ്പോഴും ഇത്തരം പ്രോപ്പർട്ടീസൊക്കെ കാണിക്കുക. അത് ഫുള്ളറൈറ്റ്സിൻ്റെ കേസിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഫുള്ളറൈറ്റ്സ് നോർമലി അത്ര കണ്ടക്റ്റിംഗ് അല്ല, പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു പോസിബിലിറ്റി വന്നു കഴിയുമ്പോഴത്തേനും വളരെ നല്ല ഒരു സൂപ്പർ കണ്ടക്ടറായിട്ട് ഇവർ ആക്ട് ചെയ്യും. ദെൻ when the C63- ions are pushed apart, അത് മാറ്റി വെക്കും. നമ്മൾ മെക്കാനിക്കൽ മീൻസ് ഒന്നുമല്ല, ഈ മോളിക്യൂൾ സിന്തസൈസ് ചെയ്യുന്ന സമയത്ത് മറ്റെന്തെങ്കിലും ഇൻ്റർ ലെയറുകൾ അവിടെ ഉണ്ടാകുന്നു, ഇവർ തമ്മിൽ മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ദ കണ്ടക്ഷൻ ബാൻഡ് ബിക്കം നാരോ. എന്തുകൊണ്ട്? ഓവർലാപ്പ് ഇല്ലാതാവുന്നു. ബട്ട് ദ നമ്പർ ഓഫ് എനർജി ലെവൽസ് ഈസ് അൺചേഞ്ച്ഡ് and hence the density of states become very large near the Fermi level. So density, number of energy levels നൊന്നും ഒരു വ്യത്യാസവും ഉണ്ടാവാൻ പോകുന്നില്ല ഇത്തരം കേസിൽ. ആൻഡ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കൽ ക്ലാസ്സിൽ പറഞ്ഞാണ് എന്താണ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ്. എനർജി ലെവൽസ് എത്രമാത്രം പോപ്പുലേറ്റഡ് ആണ്. ഇപ്പോൾ 10 എണ്ണം ഉണ്ടെങ്കിൽ 7 എണ്ണം പോപ്പുലേറ്റഡ് ആണെങ്കിൽ അതാണ് അതിൻ്റെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ്. 10ൽ 8 എണ്ണം ആണെങ്കിൽ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൂടി. അപ്പോൾ അത് വളരെ കൂടുതലാണ് ഇത്തരം മോളിക്യൂൾസിൻ്റെ കേസിൽ. Then there will be a large number of mobile electrons with a similar energies at the EF. As a result, it will show good superconductivity. ഇപ്പോൾ സാധാരണഗതിയിൽ ഈ കണ്ടക്ഷൻ ബാൻഡിൻ്റെ വിഡ്ത്തൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ കണ്ടക്ടിവിറ്റിയും കണ്ടക്ടിവിറ്റിയും ഒക്കെ കുറയേണ്ടതാണ്. പക്ഷേ നമ്മുടെ മോളിക്യൂളിൻ്റെ കേസിൽ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. അതിനൊരു എക്സ്പ്ലനേഷൻ ക്ലിയർ ആയിട്ട് ഇതുവരെ ആരും കൊടുത്തിട്ടില്ല. ബട്ട് അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ക്വാളിറ്റേറ്റീവായിട്ട് ഓർത്ത് വെക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇതിന് ഇങ്ങനെയൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ TC വാല്യൂസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ അറ്റ് ദിസ് പോയിന്റ് തിയറീസ് ഓഫ് ദ ഒറിജിൻ ഓഫ് സൂപ്പർ കണ്ടക്ടിവിറ്റി ഡൈവേർജ് സംഹൗ ആൻഡ് ദർ ഈസ് നോ വൈഡ്ലി അക്സെപ്റ്റഡ് എക്സ്പ്ലനേഷൻ ഇൻ ദിസ് കേസ്. ഫുള്ളറൈൻസിൻ്റെ കേസിൽ നല്ല ക്ലിയർ ആയിട്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് ഇതുവരെ ഇല്ല. അതുപോലെ കുപ്രൈറ്റ്സ് നമ്മൾ പഠിച്ചില്ല കുപ്രൈറ്റ്സിൻ്റെ കേസിലും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സൂപ്പർ കണ്ടക്ടിവിറ്റി ഇൻ CNTs ആണ്. CNTs എന്താ? കാർബൺ നാനോ ട്യൂബ്സ്. Carbon nanotubes exhibit superconducting behavior below 20 Kelvin, confirming that resistance-free current can flow through pure carbon. സാധാരണഗതിയിൽ കാർബണിൻ്റെ അകത്തോടെ പോകരുതാത്താണ്, പക്ഷേ CNTയുടെ കേസിൽ അങ്ങനെയല്ല. 20 കെൽവിനിൽ താഴെ ആയി കഴിഞ്ഞാൽ they will show exceptional behavior and there will be superconductivity. The nanotube shows 3 telltale signs of superconductivity. പ്രധാനപ്പെട്ട 3 ഫിനോമിന, സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ കാണിക്കുന്ന 3 ഫിനോമിന ഇവർ കാണിക്കും. ഒന്നാമത്തേത് മീസ്നർ എഫക്റ്റ് നമ്മൾ കണ്ടതാണ്. ദെൻ സൂപ്പർ കണ്ടക്റ്റിംഗ് ഗ്യാപ്പ്, ഒരു എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്റ്റിംഗ് ഗ്യാപ്പ് അവിടെ ഉണ്ടാവും. ദെൻ ദർ വിൽ ബി എ സൂപ്പർ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ മെറ്റീരിയൽ. In the Meissner effect, superconductor placed in a magnetic field expels magnetic flux from its interior. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടാണ്. So these materials, CNTs will show this effect. ഇനി 2 തരം കാർബൺ നാനോ ട്യൂബ്സ് ഉണ്ട്, സിംഗിൾ വോൾഡും മൾട്ടി വോൾഡും. ആ പിക്ചർ റെപ്രസെൻറ്റേറ്റീവ് ഇമേജസ് ആണ്, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. സൈക്ലിക് സ്ട്രക്ചേഴ്സ് കൂടി ചേർന്നാണ് ആ ട്യൂബ് ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ഒരു ഹോസ് പോലെയൊക്കെ കണക്ട് ഓർത്താൽ മതി. ഹോസ്
ഈ വെള്ളമൊക്കെ ഒഴിക്കാൻ എടുക്കുന്ന പച്ച കളറിലുള്ള ഓസ് ഉണ്ട്. അതിൻ്റെ അകത്ത് നോക്കി കഴിഞ്ഞാൽ നെറ്റ്വർക്കായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെയുള്ള ഒരു ഓസാണ് സിംഗിൾ വാൾഡ് കാർബൺ നാനോ ട്യൂബ്സ്. മൾട്ടി വാൾഡ് ആണെങ്കിലോ അതിന് പല ലെയറുകളുണ്ട്. ഒരു ലെയർ, അതിൻ്റെ മുകളിൽ ഒരു ലെയർ, അതിൻ്റെ മുകളിൽ ഒരു ലെയർ, അങ്ങനെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പല കളറുകൾ കാണിച്ചിട്ടുണ്ട്. സോ ഇത് ഒരു മോഡൽ മാത്രമാണ്, ഒറിജിനൽ മോളിക്യൂൾ അല്ല. അപ്പോൾ സിംഗിൾ വാൾഡ് CNTയും മൾട്ടി വാൾഡ് CNTയും. CNT ഷോസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഓഫ് 12 Kelvin. സോ 10 to 12 Kelvin വരെ പോസിബിൾ ആണ്. ഈവൻ 20 Kelvin വരെയുള്ള എക്സാമ്പിൾസ് ഉണ്ട്. രണ്ട് പോസിബിലിറ്റീസ് ആണ്. They will show superconductivity in arrays of multi-walled CNT with entirely end-bonded electrode junction. So multi-walled CNTയുടെ അറേകൾ ലെയർ ആയിട്ട് ഇങ്ങനെ അടിക്കടി വെക്കുന്നതിനാണ് അറേ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മൾട്ടി-വാൾഡ് CNT അറേസിലും then highly uniform thin films of boron doped single walled CNTസിലും. നമ്മൾ സിംഗിൾ വാൾഡ് ആണെങ്കിൽ ബോറോൺ ഡോപ്പ് ചെയ്യണം എന്നാൽ മാത്രമേ സൂപ്പർ കണ്ടക്ടിവിറ്റി കാണിക്കുള്ളൂ. അതായത് BSWNTS. അപ്പോൾ സിംഗിൾ വാൾഡിലും മൾട്ടി വാൾഡിലും സൂപ്പർ കണ്ടക്ടിവിറ്റി കാണിക്കും. പക്ഷേ സിംഗിൾ വാൾഡ് സൂപ്പർ കണ്ടക്ടിവിറ്റി കാണിക്കണമെങ്കിൽ ബോറോൺ ഡോപ്ഡ് ആയിരിക്കണം. ഇൻ ദ ഫോമർ വൺ, കോറിലേഷൻ ഓഫ് സൂപ്പർ കണ്ടക്ടിവിറ്റി വിത്ത് Tomo-Naga-Luttinger liquid state, which is a collective phenomenon arising from repulsive Coulomb interaction between electrons confined in 1D ballistic charge transport regimes will be there. So former one എന്ന് പറഞ്ഞാൽ എന്താ, മൾട്ടി വാൾഡ് കാർബൺ നാനോ ട്യൂബ്സിൽ ഈ ഒരു പ്രത്യേകത Tomo-Naga-Luttinger liquid എന്ന് വെച്ചാൽ ഒരു തിയറിറ്റിക്കൽ കൺസെപ്റ്റാണ്. ചില പ്രത്യേക ഇക്വേഷൻസിനെ ഒബേ ചെയ്യുന്ന ഇലക്ട്രോൺ കോമ്പിനേഷൻസിനെ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഇൻട്രാക്ഷൻസിനെയാണ് നമ്മളത് പറയുന്നത്. അത്തരം ഒരു പോസിബിലിറ്റി നമ്മുടെ മൾട്ടി വാൾഡ് കാർബൺ നാനോ ട്യൂബ്സിലുണ്ട്. ഇൻ CNTs, which is one type of typical 1D conductors, a variety of 1D quantum phenomena have been reported. പല രീതിയിലുള്ള ക്വാണ്ടം ഫിനോമിന, അതായത് ഇത്തരം മെറ്റീരിയൽസ് കാർബൺ നാനോ ട്യൂബ്സ് നാനോ റേഞ്ചിലേക്കാണ് വരുന്നത്. നാനോ റേഞ്ചിലേക്ക് മെറ്റീരിയൽസ് വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്. ദേ വിൽ ഷോ ക്വാണ്ടം എഫക്റ്റ്. അതായത് നമ്മുടെ ക്ലാസിക്കലായിട്ട് നടക്കുന്ന കാര്യങ്ങളായിരിക്കില്ല നടക്കുക, അതിൽ നിന്ന് വ്യത്യസ്തമായ പ്രോപ്പർട്ടീസ് ആയിരിക്കും ഇവിടെ കാണിക്കുക. നിങ്ങൾ നാനോ ടെക്നോളജിയൊക്കെ പഠിച്ചിരുന്ന സമയത്ത് കേട്ടിട്ടുണ്ടാവും, ചെറിയ നാനോ സ്കെയിലിലേക്ക് മെറ്റീരിയൽസ് വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രോപ്പർട്ടീസൊക്കെ വളരെയധികം മാറും. ഉദാഹരണത്തിന് നമ്മുടെ ഗോൾഡ്, ഇപ്പോൾ ഗോൾഡ് നമ്മൾ ഗോൾഡ് ബാർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒപ്പേക്കാണ്, നന്നായിട്ട് ലെസ്റ്ററുള്ള ഒരു ട്രാൻസ്പെറൻ്റ് അല്ലാത്ത മെറ്റീരിയലാണ്. പക്ഷേ നാനോ റേഞ്ചിലേക്ക് ഗോൾഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കളേർഡ് ആയിട്ടുള്ള സൊല്യൂഷനായി മാറും. നമുക്ക് കാണാം അപ്പുറത്തെ സൈഡ് റെഡ് കളറിൽ അല്ലെങ്കിൽ ഓറഞ്ച് കളറിലൊക്കെ കാണാനായിട്ട് സാധിക്കും. എൻറ്റയർലി അതിൻ്റെ പ്രോപ്പർട്ടീസ് മാറും. സോ അതാണ് ഈ പറയുന്ന ക്വാണ്ടം ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാനോ സ്കെയിലിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് പലപ്പോഴും മാറും. അപ്പോൾ ഇവിടെ നമ്മുടെ മെറ്റീരിയലും അതുപോലെ തന്നെ കാർബൺ നാനോ ട്യൂബ്സ് പല രീതിയിലുള്ള ഫിനോമിന കാണിക്കും. ബട്ട് ഇൻട്രിൻസിക് സൂപ്പർ കണ്ടക്ടേഴ്സ് ഹാവ് ബീൻ റിപ്പോർട്ടഡ് ഇൻ ദ CNTs ഓൺലി ബൈ എ ഫ്യൂ ഗ്രൂപ്പ്സ്. വളരെ കുറച്ച് എണ്ണത്തിൽ മാത്രം. ഇപ്പം ഉണ്ടാക്കുന്ന കാർബൺ നാനോ ട്യൂബ്സിലെ എല്ലാ സൂപ്പർ കണ്ടക്ടിവിറ്റി ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല, പക്ഷേ വളരെ കുറച്ച് എണ്ണത്തിൽ മാത്രം. ഈവൻ ദോ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, ഇപ്പോൾ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ളത് സൂപ്പർ കണ്ടക്റ്റിംഗ് ആവും, ഇൻസുലേറ്റർ ആയിട്ടൊരു കണ്ടക്റ്റിംഗ് ആവും, ഒക്കെ ചെയ്യും. എങ്കിൽ പോലും CNTയുടെ കേസിൽ എല്ലാ കേസിലും ഒന്നും നമുക്ക് സൂപ്പർ കണ്ടക്റ്റിംഗ് ബിഹേവിയർ ഒന്നും കാണിച്ചിട്ടില്ല. വളരെ ചെറിയ എണ്ണങ്ങൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ മാത്രമേ ഉള്ളൂ. The CNT crystal structure is intermediate between that of 2-dimensional graphite and 3-dimensional diamond. ഇപ്പോൾ കാർബൺ ബേസ്ഡ് സ്ട്രക്ചേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവരുടെ സ്ട്രക്ചർ ഗ്രാഫൈറ്റിനും ഡയമണ്ടിനും ഇടയ്ക്കുള്ള ഒരു സ്ട്രക്ചറാണ്. Considering these properties, when we introduce elemental boron into CNTs, that would enhance the superconducting behavior. നമ്മൾ പറഞ്ഞു വന്നത് എത്രയാണ്, സാധാരണ CNT നേച്ചർ അത്ര സൂപ്പർ കണ്ടക്റ്റിംഗ് ഒന്നും അല്ല. ഒരുപാട് വ്യത്യസ്ത തരം പ്രോപ്പർട്ടീസ് അവർ കാണിക്കുന്നുണ്ടെങ്കിലും സൂപ്പർ കണ്ടക്റ്റിവിറ്റിയുടെ കാര്യം വരുമ്പോൾ അവർ ഇച്ചിരി വീക്കാണ്. അപ്പോൾ അവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്, സിംഗിൾ വാൾഡിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ബോറോൺ ഡോപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ അല്പം ചേഞ്ച് ആവും, ഇലക്ട്രോണിക് സ്ട്രക്ചർ ചേഞ്ച് ആവും. ദേ വിൽ ബിഹേവ് ആസ് സൂപ്പർ കണ്ടക്ടേഴ്സ്. നമുക്ക് അതിൻ്റെ മെക്കാനിസം ഒന്നും പഠിക്കേണ്ട, ജസ്റ്റ് അതിൻ്റെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇനി നമുക്കിതിൻ്റെ അഡ്വാൻറ്റേജസും ആപ്ലിക്കേഷൻസും നോക്കാം. ബേസിക്കലി ഓർഗാനിക് സൂപ്പർ കണ്ടക്ടേഴ്സ്. നിങ്ങൾ ഓർഗാനിക് ചോദിച്ചാൽ വലിയ ക്വസ്റ്റൻ ആണെങ്കിൽ അതിൻ്റെ അകത്ത് CNTസും ഫുള്ളറൈൻസും ഒക്കെ ചേർത്ത് എഴുതിക്കൊള്ളുക. അത് പ്യുവർലി ഓർഗാനിക്
എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എന്നാൽ പോലും CNTസും ഫുള്ളറീൻസിൻ്റെയും കേസ് കൂടി അതിനകത്ത് എഴുതാം. വളരെ വിശദമായിട്ട് വേണ്ട, കുറച്ചും കൂടെ സമ്മറൈസ് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. അവരുടെ അഡ്വാൻറ്റേജസ് ഇതൊക്കെയാണ്. ദേ ഹാവ് റെഡ്യൂസ്ഡ് വെയ്റ്റ് ആൻഡ് പൊട്ടൻഷ്യൽ വെർസാറ്റിലിറ്റി. അവരുടെ വെയിറ്റ് വളരെ, ഓർഗാനിക് മോളിക്യൂൾസിൻ്റെ വെയിറ്റ് കുറവാണ് കമ്പയർഡ് ടു ഇൻഓർഗാനിക് മെറ്റീരിയൽസ്. അത് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. പലതരത്തിലുള്ള പ്രോപ്പർട്ടീസ് അവർക്കുണ്ട്. ദേ ക്യാൻ ചേഞ്ച് ദർ ഇലക്ട്രിക്കൽ അട്രിബ്യൂട്ട്സ് ബൈ കെമിക്കൽ മെത്തേഡ്സ്. നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് മാറ്റാം. ഇപ്പോൾ ഈ കാർബൺ നാനോ ട്യൂബ്സ്, കാർബണിനുള്ളിൽ നമുക്ക് വേണമെങ്കിൽ ഒരു OH ഫങ്ഷണൽ ഗ്രൂപ്പ് കൊടുക്കാം, അല്ലെങ്കിൽ മറ്റൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് കൊടുക്കാനായിട്ട് സാധിക്കും ബൈ കെമിക്കൽ റിയാക്ഷൻസ്. അങ്ങനെ നമുക്ക് അതിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയെ മോഡിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ട്യൂൺ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഇനി ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഹൈ ടെമ്പറേച്ചർ ഓർഗാനിക് സൂപ്പർ കണ്ടക്ടേഴ്സ്. ഹൈ ടെമ്പറേച്ചർ എന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല. CNT ആയപ്പോൾ തന്നെ 20 എന്ന് പറയുന്ന ഹൈ ടെമ്പറേച്ചർ നിങ്ങൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഹൈ ടെമ്പറേച്ചറോ ലോ ടെമ്പറേച്ചർ രണ്ടും ആവാം. ഓർഗാനിക് സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ ആപ്ലിക്കേഷൻ ഇൻക്ലൂഡ് മാഗ്നറ്റിക് ഷീൽഡിംഗ് ഡിവൈസസ്, മെഡിക്കൽ ഇമേജിംഗ് സിസ്റ്റംസ്, സൂപ്പർ കണ്ടക്ടിങ് ക്വാണ്ടം ഇൻ്റർഫേസ് ഡിവൈസസ്, സ്ക്വിഡ്സ് എന്ന് വിളിക്കും, ഇൻഫ്രാറെഡ് സെൻസേഴ്സ്, അനലോഗ് സിഗ്നൽ പ്രോസസ്സിംഗ് ഡിവൈസസ്, മൈക്രോവേവ് ഡിവൈസസ്. ഇതിലൊക്കെ ഹൈലി അഡ്വാൻസ്ഡ് ആണ്. നമ്മുടെ നോർമൽ മൈക്രോവേവ് സിസ്റ്റംസ് ഒന്നുമല്ല, അഡ്വാൻസ്ഡ് മൈക്രോവേവ് സിസ്റ്റംസിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഓർഗാനിക് സൂപ്പർ കണ്ടക്ടേഴ്സ് നമുക്ക് ഉപയോഗിക്കാം. സം അതർ യൂസസ് ഇൻക്ലൂഡ് സ്റ്റോറേജ് ഡിവൈസസ്, particularly energy storage devices, particle accelerators, ലാർജ് ഹാഡ്രോൺ കൊളൈഡർ പോലെയുള്ള, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ന്യൂട്രിനോ ഒബ്സർവേറ്ററി എന്ന് പറഞ്ഞ ഒരു സയൻറ്റിഫിക് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ട്. നമ്മൾ ന്യൂട്രിനോസിനെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ, അത്തരം എസ്റ്റാബ്ലിഷ്മെൻ്റ് അല്ലെങ്കിൽ റിസർച്ച് വർക്കിലൊക്കെ നമ്മൾ പാർട്ടിക്കിൾ ആക്സലറേറ്ററായിട്ട് മെഷീൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ആ മെഷീൻസിൽ നമ്മൾ ഈ മെറ്റീരിയൽ ഉപയോഗിക്കാറുണ്ട്. ദെൻ ലെവിറ്റേറ്റഡ് വെഹിക്കിൾ ട്രാൻസ്പോർട്ടേഷൻ. ഞാൻ സൂപ്പർ കണ്ടക്ടിവിറ്റി കാണിച്ച സമയത്ത് ആദ്യ സ്ലൈഡിൽ ലെവിറ്റേറ്റഡ് വെഹിക്കിൾ, മാഗ്നറ്റിക് ലെവിറ്റേഷൻ, ചൈനയിലെ ട്രെയിനുകളുടെയൊക്കെ ഒരു ഫോട്ടോ കാണിച്ചിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ലെവിറ്റേറ്റഡ് വെഹിക്കിൾ ട്രാൻസ്പോർട്ടേഷനിൽ ഉപയോഗിക്കാം, റൊട്ടേറ്റിംഗ് മെഷീനറികളിൽ ഉപയോഗിക്കാം, മാഗ്നറ്റിക് സെപ്പറേറ്റേഴ്സിൽ ഉപയോഗിക്കാം. സോ അതൊക്കെയാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഓർഗാനിക് സൂപ്പർ കണ്ടക്ടേഴ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. നമ്മളതിൻ്റെ ഒരു സമ്മറി മാത്രമാണ് കണ്ടത്. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കാണുന്നു, എന്താണ് കാണുന്നത്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് കണ്ടത്. ഇഷ്ടം പോലെ റിവ്യൂ ആർട്ടിക്കിൾസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ റിവ്യൂ ആർട്ടിക്കിൾസ്, ജസ്റ്റ് ഓർഗാനിക് സൂപ്പർ കണ്ടക്ടേഴ്സ് റിവ്യൂ ആർട്ടിക്കിൾസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇനഫ് ഇൻഫർമേഷൻസ്.